അപ്പൊ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഇതാ വീണ്ടും വന്നുട്ടാ. എല്ലാവർക്കും സുഖല്ലേ? ഇവിടെയും കുഴപ്പമില്ലാണ്ട് പോണു. പിന്നെ ഇന്നത്തെ റെസിപ്പി എന്താണെങ്കിൽ ഒരു ചക്ക വെച്ചിട്ട് അടിപൊളി കിണ്ണത്തപ്പം. ഇപ്പൊ ചക്കയുടെ സീസൺ അല്ലേ, എല്ലാവർക്കും ചക്കയും മാങ്ങയും ഒക്കെ വന്ന് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് മമ്മിക്ക് ഒരു ചക്ക കിട്ടി. അപ്പൊ ചക്കയിന്ന് കുറച്ചെടുത്ത് കുരും ചവണിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് ചെറിയ പീസുകളായിട്ട് കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ടാണ് ഈ ചക്ക കൊണ്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കണേ. അടിപൊളി ടേസ്റ്റ് ആട്ടാ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കും. അപ്പോ അതിനു വേണ്ടിയിട്ട് ഒരു 2 ഗ്ലാസ് അരി പച്ചരി വെള്ളത്തിലിട്ട് ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതായിട്ടാ. നല്ലപോലെ കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചു കൊടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 10-12 ചോള, നല്ല വലിയ ചോളയാണ് ചക്കച്ചോള. അപ്പൊ അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു തേങ്ങയുടെ പകുതിയാണ്, ഒരു മുറി തേങ്ങയാണ്. പിന്നെ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മള് സ്പെഷ്യലായിട്ട് കുറച്ച് വെളുത്ത അവില് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി ഇടുമ്പോ നമ്മുടെ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ കുറച്ച് ചെറിയ ജീരകം, കുറച്ച് ഏലക്കായ, കുറച്ച് നെയ്യ്, ഇതൊക്കെ വേണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ അരി പകുതി 2 ട്രിപ്പായിട്ടാണ് അരയ്ക്കണത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി അരി മമ്മി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പകുതി ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ട്രിപ്പായിട്ടാണ് അരയ്ക്കണത്. ഈ തേങ്ങേന്ന് കുറച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച അവില് ഒന്ന് കഴുകി വാല വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിതില് ഏലക്കായും ചെറിയ ജീരകമാണ്. ഏലക്കായ തൊലി പൊളിച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പൊ അതിന്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എത്ര ശർക്കര വെച്ചിട്ടാണ് ചെയ്യണേന്ന് വെച്ചാലും കുറച്ച് ശർക്കര വെച്ച് പലഹാരം ഉണ്ടാക്കുമ്പോ ഒരു 2 സ്പൂണോളം പഞ്ചസാര ചേർക്കണമെങ്കിൽ നമുക്ക് ആ ശർക്കരയുടെ കുത്തുണ്ടാവില്ല. ചില ശർക്കരയ്ക്ക് ഭയങ്കര ഒരു കുത്തുണ്ടാവും. അപ്പൊ ഈ പഞ്ചസാര ചേർക്കുമ്പോ നമുക്ക് ആ ഒരു ടേസ്റ്റ് വരില്ല, നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് ഒരുപാട് വേണ്ട, നോക്കിയിട്ട് നിങ്ങൾ ഇട്ടാ മതി. ഇനി നമ്മള് ഒരു 4 അച്ച് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്തതാണ്. അപ്പൊ ഞാൻ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. നിങ്ങൾക്ക് ഇതില് വെള്ളം കുറവ് തോന്നിക്കുകയാണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് അരച്ചോണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മള് അരിയും ചക്കയും എല്ലാതും അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ. കണ്ട 2 ട്രിപ്പായിട്ട് മമ്മി അരച്ചത് കണ്ട. ഈ ഒരു പരുവത്തിൽ വേണം ഉണ്ടാവാനായിട്ട്. ഒരുപാട് ലൂസല്ല, എന്നാ ഒരുപാട് കട്ടിക്കുമല്ല. നമ്മള് ഇഡലി മാവിന്റെ ഒക്കെ ഒരു കട്ടിക്ക് വേണം നമുക്കിത് ഉണ്ടാവാനായിട്ട്. ഇപ്പൊ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മമ്മി ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല രീതിയിൽ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഈ ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമ്മള് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാണ്ട്, ഇതും കൂടെ ചേർക്കുമ്പോ അടിപൊളി ടേസ്റ്റ് ആട്ടാ. ഇത് കുറച്ച് നെയ്യാണ്. ഈ നെയ്യും കൂടി ഒരു സ്പൂണ് കഷ്ടി നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ പലഹാരത്തിന് ഇരട്ടി രുചിയായിരിക്കും. ഇനിയിപ്പോ നിങ്ങൾക്ക് നെയ്യിന്റെ മണം ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാട്ടാ. കണ്ട ഈ ഒരു ലൂസ് വേണം കേട്ടാ. നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കട്ടിക്ക് വേണ്ട, എന്നാലും അത്യാവശ്യം ഒരു കനം വേണം. ഒരു 3 തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഒരു 10-15 മിനിറ്റോളം നല്ല രീതിയിൽ ആവി കയറ്റി വേവിച്ചെടുക്കും. നമ്മുടെ കിണ്ണത്തപ്പം വേവാൻ വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടാ.
ആദ്യം ആവി വന്നപ്പോ സിമ്മിലിട്ട് വെച്ചിരിക്കായിരുന്നു. ഇപ്പൊ ഒരു 10 മിനിറ്റോളം കഷ്ടിയായിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ. നമ്മള് ഒരുപാട് അങ്ങോട്ട് കനം കൂട്ടിയിട്ടല്ല ഒഴിച്ചത്. ഇതൊന്ന് പതുക്കെ ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. നല്ല ആവിയുണ്ട്, ശ്രദ്ധിച്ച് എടുക്കണം. നമുക്കിത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെക്കാം. നല്ല രീതിയിൽ തണുത്ത് കിട്ടണം. നന്നായിട്ട് തണുത്തതിന് ശേഷം അടർത്തി എടുക്കുമ്പോഴാണ് നമുക്കത് നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടുള്ളൂ. അപ്പോ ഉറപ്പായിട്ടും ഒരു 10 മിനിറ്റ് എങ്കിലും വേവിച്ചാലാണ് ശരിക്കും വെന്ത് കിട്ടുക. പിന്നെ ഇതിപ്പോ 10 മിനിറ്റ് ആവുമ്പോഴത്തേക്കാണ് നല്ല രീതിയിൽ വെന്തുണ്ട്. എന്താണെങ്കിൽ ഒരുപാട് കനം കൂട്ടിയിട്ടല്ല മമ്മി ഇത് ഒഴിച്ചിരിക്കണത്. പിന്നെ നമ്മളിത് അരച്ചെടുത്ത നിങ്ങൾ ഒരുപാട് സമയം മാറ്റി വെക്കേണ്ട കാര്യമില്ല. അപ്പൊ തന്നെ നമുക്ക് ഇത് കോരി ഒഴിച്ച് വേവിച്ചെടുക്കാം. അതായത് നമ്മൾ കിണ്ണത്തപ്പത്തിനാവുമ്പോ ഒരുപാട് അങ്ങനെ സോഫ്റ്റ് ആവേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് അവിലും കൂടി ചേർത്ത കാരണം നമുക്കിത് കഴിക്കുമ്പോ അത്യാവശ്യം സോഫ്റ്റ് ഉണ്ടാവും. ഇനി ബാക്കിയുള്ള മാവും കൂടി മമ്മി വേഗം വേവിച്ചെടുക്കട്ടെ. അപ്പൊ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ നല്ല പോലെ തണുത്ത് വന്നപ്പോ മമ്മി ഒരു പ്ലേറ്റിലേക്ക് അടർത്തി വെച്ചിട്ടുണ്ട് കേട്ടാ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മമ്മി ഓരോ പീസ് മുറിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട, വളരെ കനം കുറച്ചിട്ടാണ് നമ്മുടെ കിണ്ണത്തപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഒരു തവണയെങ്കിലും മമ്മിയുടെ മക്കള് ഇതുപോലെ ചക്ക കിട്ടുമ്പോ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളോ.